ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനെ പറ്റിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷോർട്ട് റണ്ണിൻ്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ലോങ് റൺ പീരീഡിൽ firm can adjust supply of its products according to its demand. ലോങ് പീരീഡിൽ ഫേം ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ഓഫ് പ്രോഡക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. എങ്ങനെയാണ്? അതുകൊണ്ട് the firm can change its size of plant to any extent. അതുകൊണ്ട് ഡിമാൻഡ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവരുടെ എന്താ പറയുക in long term all factors of production are variable. അതുകൊണ്ട് എല്ലാ ഫാക്ടേഴ്സ് വേരിയബിളും ആണ്, ഒന്നും ഫിക്സഡ് അല്ല, എല്ലാം ഡിഫറെൻറ്റ് വേരിയബിൾസ് തന്നെയാണ്. സോ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ കൂട്ടാനും പ്രോഡക്റ്റ് നടത്തുമ്പോൾ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യാനും പറ്റും. അതുകൊണ്ട് അവരുടെ വേരിയബിൾസ് കൂട്ടുകയാണ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വേരിയബിൾസ് കൂടുന്നതനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസും നമുക്ക് കൂട്ടാൻ സാധിക്കുന്നു. അതാണ് ഇതിൽ പറയുന്നത്. ലോങ് ടേം ഈസ് ദ പീരീഡ് ഇൻ വിച്ച് ഫേം ക്യാൻ അഡ്ജസ്റ്റ് സപ്ലൈ ഓഫ് ഇറ്റ്സ് പ്രോഡക്ട്സ് അക്കോർഡിംഗ് ടു ഡിമാൻഡ്. ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈയുടെ പ്രോഡക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ തന്നെ അവരുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേരിയബിൾസ് എന്നാണത് ഒന്നും ഫിക്സഡ് അല്ല. ഡിമാൻഡ് അനുസരിച്ചിട്ട് സപ്ലൈ കൂട്ടാനും പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാനും പറ്റും. അതോടെ അവരുടെ വാരിയബിൾസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുമ്പോൾ അവരുടെ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നു. ഈ ഷോർട്ട് പീരീഡിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇൻ ഷോർട്ട് പീരീഡ് സം ഫേംസ് അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ മേക്കിംഗ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് ടേം ഇതെന്നുള്ളത് സൂപ്പർ നോർമൽ പ്രോഫിറ്റായിരുന്നു എടുത്തിരുന്നത്. ഇങ്ങനെ ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കണ്ടിട്ട് അവിടെ ഇങ്ങനെ ഷോർട്ട് പീരീഡിൽ പോവുക, കുറേ ന്യൂ ഫേംസ് ഇതിലേക്ക് ലോങ് റണ്ണിൽ മാർക്കറ്റേഴ്സ് എൻറ്റർ ചെയ്യും. അവിടെ പ്രോഫിറ്റ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ മാർക്കറ്റിലെ ആൾക്കാർ എൻട്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. As a result, the entry of new firm, the demand of products or existing firm will be come down slowly. പുതിയ ഫേം വരികയാണെങ്കിൽ ഡിമാൻഡ് അവിടെ ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി കുറയുന്നു. അങ്ങനെ ഡിമാൻഡ് കുറയുമ്പോൾ ഉണ്ടാവുക? പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ കൂടും, അല്ലേ? പ്രൊഡക്ഷനും സപ്ലൈയും കൂടും, പക്ഷേ പ്രൈസ് കുറയുന്നു. Consequently, the price will decrease. Therefore, the long run supernormal profit disappear. അങ്ങനെ ലോങ് റണ്ണിലാവുമ്പോൾ ഉണ്ടാവുക? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് ഇല്ലാണ്ടാവുകയാണ്, കാണാണ്ട് തന്നെയാണ്, ഡിസപ്പിയർ ആവുകയാണ് ആകുന്നു. അപ്പോൾ അതേപോലെ തന്നെ ആസ് എ റിസൾട്ട് ദ ഡിമാൻഡ് ഫ്രോം if a firm suffering loss in short period, some firm will leave the industry. എനിക്ക് ചില സമയത്ത് ഷോർട്ട് പീരീഡിൽ ലോസ് ആവുന്ന സമയത്ത് കുറേ പേര് അവിടെ നിന്ന് ലോസ് ആയ ഇൻഡസ്ട്രിയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഫേംസിൻ്റെ അല്ലെങ്കിൽ കാര്യങ്ങളാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ചില സമയത്ത്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫേംസ് അതിൽ നിന്ന് എക്സിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ ആൾക്കാർ ലോസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുക? അവിടുന്ന് കൊഴിഞ്ഞു പോകാറുണ്ട്. If a firm suffering loss in short, some firm will have leave the industry. As a result, the demand for product the existing firm will increase. അപ്പോൾ അവിടെ ബാക്കി നിലനിന്നുകൊണ്ടിരിക്കുന്ന പിടിച്ചു നിന്നിട്ടും ലോസ് ആണെങ്കിലും പോവാണ്ട് പിടിച്ചു നിന്നിട്ട് അവർക്ക് ഉണ്ടാവുന്നത്? ഓട്ടോമാറ്റിക്കലി ഫേംസിനെ ഇൻക്രീസ് ചെയ്യാണ് ഉണ്ടാവുന്നത്. എസിസ്റ്റ് ചെയ്തെന്നാൽ ഫേമിന് അവർ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്, ഡിമാൻഡ് കൂടുകയാണ്. ദ പ്രൊഡക്ഷൻ ഓഫ് സപ്ലൈ വിൽ ഡിക്രീസ്. പ്രൊഡക്ഷനും സപ്ലൈയും കുറഞ്ഞിട്ട് പ്രൈസ് കാര്യങ്ങൾ കൂട്ടിയിട്ട് അവർക്ക് പ്രോഫിറ്റ് കിട്ടും. കോൺസിക്വൻ്റ്ലി ദി പ്രൈസ് ഇൻക്രീസ് അറ്റ് ദ ലെവൽ ഓഫ് AC ഓർ സ്ലൈറ്റ്ലി എബവ് ദി AC. ഒന്നെങ്കിൽ ആവറേജ് കോസ്റ്റിൻ്റെ മേലെ പ്രൈസ് കൂടും, AC കൂടുകയാണ്, അപ്പോൾ ഉണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടാവുക. അതല്ലെങ്കിൽ ACയുടെ കുറച്ചും കൂടി മേലെ ആവുമ്പോൾ സോ ദ ഫേം വിൽ ഗോട്ട് നോർമൽ പ്രോഫിറ്റ്. അങ്ങനെയാണ് നോർമൽ പ്രോഫിറ്റ് ആ ഫേമിന് കിട്ടുന്നത്. ഇതിൽ ക്ലിയർ ചെയ്യാം, ലോങ് റൺ ഫേംസിന് നോർമൽ പ്രോഫിറ്റാണ് കിട്ടുകയാണെന്ന്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ല, നോർമൽ പ്രോഫിറ്റാണ് ലോങ് ടേമിൽ കിട്ടുക എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ട്?
ഇത് എല്ലാ ഫേംസും നോർമൽ ഏൺ ചെയ്യുന്നത് ബിക്കോസ് ഫ്രീ എൻട്രി എക്സിറ്റ് ഉള്ളത് കൊണ്ട്. The firm free entry, exit and normal profits of zero economic profit. The long-run equilibrium of a firm under monopolist company will level where MR equal to MC and AR equal to AC. ഷോർട്ട് റണ്ണിലാകുമ്പോൾ MR ഈക്വൽ ടു MC ആൻഡ് AR മേ നോട്ട് ബി ഈക്വൽ ടു AC. പക്ഷേ ഇൻ ലോങ് ടേം ആകുമ്പോൾ ഡിഫറൻസ് നോക്കുക, MR ഈക്വൽ ടു MC, അതുപോലെ AR ഈക്വൽ ടു AC. മാർജിനൽ റവന്യൂ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്, അതുപോലെ ആവറേജ് റവന്യൂ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. ഇതാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അത് ആ ലോങ് പീരീഡിൽ അവരുടെ ഫേമിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഡിമാൻഡ് പോലെ പ്രൊഡക്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിൽ സാധിക്കുന്നു. അതേപോലെ തന്നെ ലോങ് പീരീഡിൽ എല്ലാ വേരിയബിൾസും ഒന്നും ഫിക്സഡ് അല്ലാത്തതുകൊണ്ട് ഡിമാൻഡ് അനുസരിച്ചിട്ട് സപ്ലൈ കൂട്ടാനും പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എല്ലാ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്ഷനും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അവരുടെ വേരിയബിൾ കൂടേ പറ്റൂ. അപ്പം ഇങ്ങനെ വേരിയബിൾ കൂടുമ്പോൾ പ്ലാന്റ് വളർത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഷോർട്ട് പീരീഡ് മോണോപോളിക്ക് കോമ്പറ്റീഷനിൽ ഷോർട്ട് പീരീഡ് ടേമിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റാണ് സാധാരണ കിട്ടാറ്. പക്ഷേ അപ്പോൾ ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കാണുമ്പോൾ കുറേ വ്യക്തികൾ അതിലേക്ക് പുതിയ ഫേംസ് അതിലേക്ക് എൻറ്റർ ചെയ്യും. ഇങ്ങനെ പുതിയ ഫേംസ് എൻറ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഡിമാൻഡ് ആ പ്രൊഡക്റ്റിൻ്റെ കുറയും. കാരണം കിട്ടാണ്ട് സപ്ലൈ കൂടാണ്ട് പ്രൊഡക്ഷൻ കൂടുകയാണ് അല്ലേ. അപ്പോൾ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസും കുറയുകയാണ് ചെയ്യണത്. ഡിമാൻഡും കുറയുമ്പോൾ പ്രൈസും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാവുക, ഇവിടെ ലോങ് റണ്ണാകുമ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ കാര്യം കുറയുകയാണ്, കാണാൻ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഫേംസിൽ ഇപ്പോൾ ചിലപ്പോൾ ഷോർട്ട് റൺ പീരീഡിൽ കുറച്ച് ഫേംസ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവിടെ പ്രോഫിറ്റ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവർ മെല്ലെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും, അവിടുന്ന് പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് അവിടെ നിലനിൽക്കുന്ന ഫേംസ് ഉണ്ടാവണേ, അവരുടെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ കൂട്ടും. അപ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ കുറയും. പ്രൊഡക്ഷനിൽ കുറച്ച് ലോങ് പീരീഡ് ആകുമ്പോൾ അവർ കാത്തിരിക്കും, അങ്ങനെ കുറച്ച് കാലം കാത്തിരിക്കും. ഷോർട്ട് പീരീഡിൽ ചിലർ ലോസ് ആണെന്ന് പറയുമ്പോൾ കുറച്ച് കാലം കൂടി കാത്തിരുന്ന് ലോങ് പീരീഡ് ആകുമ്പോൾ കാത്തിരിക്കേണ്ട സമയത്ത് ഉണ്ടാവണത്, പ്രൊഡക്ഷനും സപ്ലൈയും കുറഞ്ഞിട്ട് നമ്മുടെ പ്രൈസ് കൂട്ടുമ്പോൾ ഡിമാൻഡ് പ്രൊഡക്റ്റ് എക്സിസ്റ്റിംഗ് ഡിമാൻഡ് കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൂട്ടുകയും ചെയ്യും. അപ്പോൾ പ്രൊഡക്ഷനും സപ്ലൈയും കുറച്ച് കുറയും. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് ആവറേജ് കോസ്റ്റ് കൂടും. അതേപോലെ ആവറേജ് കോസ്റ്റ് കുറച്ചും കൂടി മുകളിലേക്ക് നിൽക്കും. അതേപോലെ തന്നെ അപ്പം അവിടെ കിട്ടും? നോർമൽ പ്രോഫിറ്റ്. ലോങ് ടേമിൽ കിട്ടുക? നോർമൽ പ്രോഫിറ്റ്. ഷോർട്ട് ടേമിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഷോർട്ട് സൂപ്പർ, ലോങ് നോർമൽ. അങ്ങനെ ഒരു ഇതിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഉണ്ടാവുന്നത്, നോർമൽ പ്രോഫിറ്റ് കിട്ടാൻ കാരണം ഫ്രീയെ എക്സിറ്റ് ചെയ്യാനും എൻട്രി ചെയ്യാനും ഇതിൽ എളുപ്പമാണ്. അതുകൊണ്ട് നോർമൽ പ്രോഫിറ്റ് കിട്ടും. സോ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ MR ഈക്വൽ ടു MC ആൻഡ് AR ഈക്വൽ ടു AC. കണ്ടോ? MR ഈക്വൽ ടു MC ആൻഡ് AR ഈക്വൽ ടു AC എന്ന് പറഞ്ഞത്. MR ഈക്വൽ ടു MC ആൻഡ് AR ഈക്വൽ ടു AC എന്ന് പറയുന്നത്. ഷോർട്ട് റണ്ണിലാണെങ്കിൽ MR ഈക്വൽ ടു MC ആൻഡ് AR മേ നോട്ട് ബി. ഇനി ഒരു ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ലോങ് ടേമിൽ മോണോപോളിസ്റ്റിക് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ലോങ് ടേമിലാകുമ്പോൾ ഇവിടെ ഫേംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഫിഗറിൽ firm in equilibrium long term when output is equal to OQ ആണ് ഇതിലെ ഔട്ട്പുട്ട്. ആൻഡ് OP1 അതാണ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. OQ ഔട്ട്പുട്ടും, അതേപോലെ തന്നെ OP എന്ന് പറഞ്ഞത് അതിൻ്റെ പ്രൈസും. ഇവിടെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് OP1, അത് ARനായിട്ട് ഈക്വലാണ്. ഇവിടെ
അതുപോലെ തന്നെ ഇതിൽ കാണാം MC = MR. MRും ഇതിൽ ഈക്വലായിട്ടാണ് പോകുന്നതെന്ന് ആ ഗ്രാഫ് നോക്കുമ്പോൾ കാണാം. ദ ഫേം മേക്ക് നോ അബ്നോർമൽ പ്രോഫിറ്റ്. അവിടെ ഫേംസ് എന്താണ് അബ്നോർമൽ പ്രോഫിറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കുന്നില്ല. സോ അവിടെ എന്താണ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഇറ്റ് മേക്സ് ഓൺലി നോർമൽ പ്രോഫിറ്റ്. അതുകൊണ്ട് അവിടെ എന്താ ഉണ്ടാവുന്നത്, നോർമൽ പ്രോഫിറ്റ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അവിടെ ലോങ് റണ്ണിൽ വിച്ച് ആ കവേർഡ് യൂഷ്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ മാത്രമാണ് സെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൽ നോക്കുക മോണോപോളിസ്റ്റിക്കിൽ. അതുകൊണ്ട് ഇതിനെ കൺക്ലൂഡ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ MR = MC ആൻഡ് AR = DC എന്നാണ് ഇതിൽ കൺക്ലൂഡ് ചെയ്യണത്. കാരണം MRും ഈക്വലാണ്, MC = എന്താണ് AC. അതേപോലെ ARും ACയും എങ്ങനെയാണ് ഈക്വലാണ് അല്ലേ. ആ പ്രൊഡക്റ്റ് ഡിമാൻഡ് അതിൽ AR എന്ന് പറഞ്ഞത് ACയും ഒപ്പാണ് അല്ലേ. അതേപോലെ തന്നെ MRും അതേപോലെ MCയും എന്ന് പറയുന്നതും ഈക്വലായിട്ടാണ് അല്ലേ. ഒരു പൊടിക്ക് കൂടി നിൽക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻസ്. ഇനി വേസ്റ്റ്, അതായത് ഡിഫെക്ട്സ്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഡിഫെക്ട്സ്, വേറ്റ്സ് ഓഫ് മോണോപോളിസ്റ്റിക് എവിൽസ്. അപ്പോൾ എന്താണ് എവിൽസ്? വേസ്റ്റ്. അൺയൂസ്ഡ് കപ്പാസിറ്റി അണ്ടർ മോണോപോളിസ്റ്റിക് ഫേം ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ഒപ്റ്റിമം ഔട്ട്പുട്ട്. ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിനേക്കാളും കുറവാണ് ഒപ്റ്റിമം ഔട്ട്പുട്ട്. അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്, കപ്പാസിറ്റി എന്ന് പറഞ്ഞത് എന്താണ്, അൺയൂസ്ഡ് ആണ്, യൂസ് ഇല്ല. വേസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് അണ്ടർ മോണോപോളി കോമ്പറ്റീഷൻ, ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്. അതായത് നമ്മുടെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത് കസ്റ്റമേഴ്സിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തിക്കണമെങ്കിൽ എന്ത് വേണം, ഹ്യൂജായിട്ട്, അതായത് കുറേ അഡ്വർടൈസ്മെൻറ്റ് വേണം. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് ആകുമ്പോൾ എന്താണ്, കുറേ പൈസ വേണം. അതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് ഈടാക്കും. അപ്പോൾ എന്താണ്, അവർക്കതൊരു ബേർഡനായിട്ട്. ഇറ്റ് ഓൺലി ഷിഫ്റ്റ് ദ ഡിമാൻഡ് ഫ്രം വൺ പ്രൊഡക്റ്റ് ടു അനദർ. ഇത് എന്താ ചെയ്യുക, ഒരു പ്രൊഡക്റ്റിൽ നിന്ന് മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് മാറാനാണ് കൂടുതൽ ചാൻസ് എന്നാണ്. അതാണ് വേസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് are not utilized up to minimum point of long run average cost cover. They aggregate the problem of unemployment. അതായത് ഇവിടെ റിസോഴ്സസും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യണില്ല. അതിന് മിനിമം പോയിൻ്റിൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിൽ അവർ റിസോഴ്സസ് കാര്യങ്ങളൊന്നും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അവിടെ എന്തുണ്ടാവുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുന്നു. പിന്നെ ഇന്നെഫിഷ്യൻസി എന്ന് പറഞ്ഞത് അണ്ടർ മോണോപോളിസ്റ്റിക് there are large number of inefficient firms ഉണ്ടാവും. There are not advantageously placed to produce more and reduce their price. അപ്പോൾ they continue business without leaving space for others. അതായത് ലാഭം ഇല്ലെങ്കിലും കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ മറ്റുള്ളവർക്ക് എൻട്രി ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനോ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനോ ഒന്നും ഒരു കാര്യത്തിനോ പറ്റില്ല. അവർ ബിസിനസ്സിന് സ്പേസ്, മറ്റുള്ളവർക്ക് ഒരു സ്ഥലം പോലും കാര്യങ്ങൾ കൊടുക്കാണ്ട് ഇരിക്കുന്നതും ഉണ്ടാവും. കൺസ്യൂമർ ഹൈപ്പോത്തൈസ്ഡ്, അതായത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ലൈക്ക് ബ്യൂട്ടി is in the eyes of buyers. By the way, the different brand names, colors, അതായത് കൺസ്യൂമേഴ്സിന് പറഞ്ഞത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അവരുടെ കണ്ണ് അല്ലെങ്കിൽ അവരുടെ മനസ്സാണ് ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. ചിലർക്ക് ചിലപ്പോൾ അവരുടെ ബ്രാൻഡാവാം, ചിലപ്പോൾ അവരുടെ കളറാവാം, ചിലപ്പോൾ സ്മെല്ലുകൊണ്ടൊക്കെ അവർ മേടിക്കാം. സോ കൺസ്യൂമർ ഹൈപ്പോത്തൈസ്ഡ് ബട്ട് ബൈ ഈവൻ ഇഫ് ഇൻഫീരിയർ ക്വാളിറ്റി ഗുഡ്സ് അറ്റ് ഹയർ പ്രൈസസ്. ചിലർ റെഡിയാണ് അത് മേടിക്കാൻ, പൈസയ്ക്ക് മേടിക്കാൻ റെഡിയാണ്. ചിലർ അത് ഹൈ പ്രൈസിന് മേടിക്കാൻ ചിലപ്പോൾ റെഡിയായെന്ന് ഇരില്ല. ഇനി മോണോപോളി ആൻഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് വ്യത്യാസം? അണ്ടർ മോണോപോളി ദർ ഈസ് ഓൺലി വൺ പ്രൊഡ്യൂസർ ഓർ സെല്ലർ ഫോർ എ പർട്ടിക്കുലർ കമ്മോഡിറ്റി അല്ലേ. മോണോപോളിയിൽ എന്താ ഉണ്ടാവുക, ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു സെല്ലർ ഉണ്ടാവുള്ളൂ ഒരു കമ്മോഡിറ്റി വിൽക്കാനും വാങ്ങാനും. പക്ഷെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണെങ്കിൽ കുറേ നമ്പേഴ്സ് ഓഫ് സെല്ലേഴ്സ്, കുറേ ആൾക്കാർ അത് വിൽക്കാൻ ഇടയായിട്ട് നിൽക്കണവരുണ്ട്. ഇനി മോണോപോളിയിൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ദാറ്റ് ഇസ് നോട്ട് അറൈസ്. മോണോപോളിയിൽ പ്രൊഡക്ട്സിന് തമ്മിലുള്ള വ്യത്യാസം ഇതിൽ റേസ് ചെയ്യാറില്ല. പക്ഷേ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൊഡക്ട്സ് ഡിഫറൻസിയേഷൻസ് കൂടുതലായിട്ട് ഉന്നയിക്കാറുണ്ട്. നോ കോമ്പറ്റീഷൻ മോണോപോളിയിൽ ഉണ്ടാവില്ല. പക്ഷേ
മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഹൈ ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ ഉണ്ട്. മോണോപോളിയിൽ ന്യൂ ഫേംസ് എൻട്രി ചെയ്യാനോ എക്സിറ്റ് ചെയ്യാനോ ഒന്നും പാടില്ല, അത്ര ഈസിലി പറ്റില്ല. പക്ഷേ മോണോപോളിസ്റ്റിക്കിലാണെങ്കിൽ ന്യൂ ഫേംസിന് എളുപ്പം എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും പറ്റും. മോണോപോളിയിലാണെങ്കിൽ ഡിമാൻഡ് ഓഫ് പ്രോഡക്റ്റ് ഈസ് ലെസ് ഇലാസ്റ്റിസിറ്റി. മോണോപോളിയിലാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നോ ഓളോ സബ്സ്റ്റിറ്റ്യൂട്ട്, പകരം വെക്കാൻ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളും എന്തില്ല മോണോപോളിയിലില്ല. പക്ഷേ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സം ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെ വ്യത്യസ്തമായ പ്രോഡക്റ്റ്സ് അവിടെ കാണും. പിന്നെ മോണോപോളിയിൽ നിന്നാണ് സെല്ലിംഗ് കോസ്റ്റിന് അങ്ങനെ വലിയ റോളൊന്നുമില്ല. അത് പ്രൈസ് സാധനത്തിന് പ്രൈസ് കാര്യങ്ങൾ കൊടുക്കാനുള്ള വലിയ റോളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സെല്ലിംഗ് കോസ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് റോള് ഉണ്ട്. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപോളിസ്റ്റിക് സിമിലാരിറ്റീസ് ഉണ്ട്. സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീവ് റിസംബിൾ പേഴ്സണൽ ഫോളോയിങ് ടു വേർഡ്സ്. ഇൻ ബോത്ത് മാർക്ക് ഈച്ച് ഫേം ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് റിഗാർഡ് ദ റെസ്പോൺസ് ഓഫ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അവർക്ക് എന്താ പറയുക, ഇൻഡിപെൻഡൻ്റാണ്, സ്വാതന്ത്ര്യമുണ്ട് വിത്തൗട്ട് റിഗാർഡ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ നിന്നും നിന്നുള്ളത് ഇൻഡിപെൻഡൻ്റ്ലി ആണ്. ഒരിക്കലും ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യണില്ല. അതായത് ഒന്നിനും ഡിപ്പെൻഡ് ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് അങ്ങനെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് ഏതെന്ന് പറഞ്ഞാൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും അതേപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇൻ ബോത്ത് മാർക്ക് സിറ്റുവേഷൻ എന്താണ് ഫ്രീ എൻട്രി ഗ്യാരണ്ടി ഫേം ഈച്ച് നോർമൽ പ്രോഫിറ്റിംഗ് ലോങ് റൺ. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലും മാർക്കറ്റ്സിന് ഫ്രീ എൻട്രി ചെയ്യാൻ പറ്റും. അതേപോലെ ലോങ് ടേമിൽ അവർ എൻജോയ് ചെയ്യുന്നത് നോർമൽ പ്രോഫിറ്റാണ് അവർ എൻജോയ് ചെയ്യുന്നത്. അതാണ് അവരുടെ സിമിലാരിറ്റീസ്. ആദ്യത്തെ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഇൻഡിപെൻഡൻ്റാണ്, ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യണില്ല. കോമ്പറ്റീറ്റേഴ്സിനെ എന്ന് മാത്രമാണ് വിത്തൗട്ട് റിഗാർഡിങ് കോമ്പറ്റീറ്റേഴ്സ് റെസ്പോൺസ് കാര്യങ്ങൾ എന്താ പറയുക അതൊന്ന് മാത്രമാണ് ഇതുള്ളൂ. പിന്നെ ആ മാർക്കറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഫ്രീ എൻട്രി ചെയ്യാനോ അല്ലെങ്കിൽ ഫേംസിന് ലോങ് ടേമിൽ നോർമൽ പ്രോഫിറ്റ് എൻട്രി ചെയ്യാനും പറ്റും. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അണ്ടർ പ്രൊഡക്ട്സ് ആർ ഐഡൻറ്റിക്കൽ. പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് ഐഡൻറ്റിക്കലാണ്. പക്ഷേ മോണോപോളിസ്റ്റിക് പ്രൊഡക്ട്സ് ആർ ഡിഫറൻഷ്യേറ്റഡ്, ഒന്നും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നോട്ട് റിയൽ കൺസെപ്റ്റ്, ഒരു റിയൽ കൺസെപ്റ്റ് അല്ല എന്തെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്. മോണോപോളിസ്റ്റിക് എന്ന് പറഞ്ഞത് ഒരു റിയൽ കൺസെപ്റ്റ് തന്നെയാണ്. അണ്ടർ പെർഫെക്റ്റ് ദർ ഈസ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലർ. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉള്ളതാണ് എന്തെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ അങ്ങനെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് സെല്ലേഴ്സ് ഒന്നും അത്ര ഇല്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ബയേഴ്സ് ആൻഡ് സെല്ലർ ഹാവ് പെർഫെക്റ്റ് നോളേജ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷന് ബയേഴ്സിനും സെല്ലേഴ്സിനും അവരുടെ മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് നോളേജ് ഉണ്ടാവും. പക്ഷേ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ അങ്ങനെ അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള നോളേജോ ആ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള വലിയ വിവരണങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെല്ലിംഗ് കോസ്റ്റിന് ഒരു റോളും ഇല്ല. പക്ഷേ മോണോപോളിസ്റ്റിക്കിൽ സെല്ലിംഗ് കോസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ all perfectly competitive firms are price takers. പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റേഴ്സിൽ പ്രൈസ് ടേക്കേഴ്സ് ആണ്. പക്ഷേ മോണോപോളിസ്റ്റിക്സ് എന്ന് പറഞ്ഞത് പ്രൈസ് ഉണ്ടാക്കുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ പ്രൈസ് എടുക്കുന്ന ആൾക്കാർ, പക്ഷേ മോണോപോളിസ്റ്റിക് ആണെങ്കിൽ പ്രൈസ് ഉണ്ടാക്കുന്ന ആൾക്കാർ. ഡിമാൻഡ് കർവ് ഈസ് ഹൊറിസോണ്ടലാണ് പെർഫെക്റ്റിൽ. മറ്റേതെന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞത് ഡൗൺവേർഡാണ്, താഴോട്ടാണ് വരുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ AR and MR ആർ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. അതായത് പ്രൈസ്, ഡിമാൻഡ്, AR and MR ആർ ഓൾ സെയിം ആണ്. AR MR സ്ട്രേറ്റ് ലൈനാണ്, പാരലൽ സ്ട്രേറ്റ് ലൈൻ ടു എക്സ് ആക്സിസ്. ആൻഡ് പ്രൈസും ഡിമാൻഡും അതുപോലെ AR and MR എന്ന് പറഞ്ഞത് സെയിം ആണ്. അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആൻഡ് AR സെയിം ബട്ട് MR ഈസ് ലെസ് ദാൻ AR. ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.